കൂട്ടുകാരെ, ഇനി നമുക്ക് ഈശോ അപ്പം വർദ്ധിപ്പിച്ച കഥ കേൾക്കാം. ഈശോ ഒരു ദിവസം ശിഷ്യന്മാരെയും കൂട്ടി ഒരു ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഈശോ ഉണ്ടെന്നറിഞ്ഞ് ധാരാളം ആളുകൾ ഈശോയെ കാണാനെത്തി. ഈശോയ്ക്ക് അവരെ കരുണ തോന്നിയതുകൊണ്ട് ഈശോ അവരെ പഠിപ്പിച്ചു. വൈകുന്നേരമായപ്പോഴേക്കും അവർ വിശന്നു തളർന്നു. എങ്കിലും ഈശോയുടെ അടുത്തുനിന്ന് പോകാൻ അവർ കൂട്ടാക്കിയില്ല. ശിഷ്യരെ, ഇവർ വല്ലാതെ അവശരായിരിക്കുന്നു. നിങ്ങൾ ഇവർക്ക് ആഹാരം നൽകൂ. ഗുരു, ഞങ്ങളുടെ കയ്യിൽ അപ്പവും മീനും ഒന്നുമില്ല. ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. പക്ഷേ അത് ഇവിടെയുള്ള ആൾക്കാർക്ക് തരികയില്ല. ഇവിടെ ധാരാളം ആളുകളുണ്ട്. നമ്മൾ അപ്പോൾ എന്ത് ചെയ്യും ഗുരു? ബാല, നിന്റെ കയ്യിലുള്ള അപ്പവും മീനും എനിക്ക് തരൂ. ഗുരു, ഇതാ എന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും. ഈശോ 5 അപ്പവും 2 മീനും ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇനി നിങ്ങൾ ഇതെല്ലാവർക്കും വിളമ്പൂ. ശാന്തരായിരിക്കൂ, ശാന്തരായിരിക്കൂ. നിങ്ങൾക്കുള്ളതെല്ലാം ഗുരു തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 5000 പേർ ഭക്ഷിച്ചതായി. ബാക്കി വന്ന അപ്പകഷ്ണങ്ങൾ 12 കൂട്ട നിറയെ അവർ ശേഖരിച്ചു.